പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമ്മുടെ ലൈവ് തോണിൽ തത്സമയം ചേരുകയാണ്. വീണയ്ക്കൊപ്പമാണ് ചേരുന്നത്. നോക്കാം അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളതെന്ന്. വീണ. ജനൻ ടി വി ശബരിമല ലൈവ് തോണിലേക്ക് ചേരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. സർ, ശബരിമല മണ്ഡലകാലം തുടങ്ങാൻ വൃശ്ചിക മാസം ആരംഭിക്കുകയാണ്. ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഭക്തരെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് പ്രതിപക്ഷം പറഞ്ഞ ആരോപണങ്ങളെല്ലാം ഇപ്പോൾ കോടതി ശരിവെച്ചിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന സ്വർണ്ണക്കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണെന്നാണ് ഇവരെല്ലാം പറഞ്ഞിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടുത്തെ അമൂല്യമായ വസ്തുക്കളുടെ സമീപത്തേക്ക് എപ്പോഴും പ്രവേശിക്കാമായിരുന്നെന്നും അയാൾക്ക് അതിൻ്റെ അളവെടുക്കാൻ വരെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അദ്ദേഹം ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഈ അമൂല്യ വസ്തുക്കളുടെ അളവെടുക്കുകയും അതിന് പകരം വ്യാജ നിർമ്മിതികൾ ഉണ്ടാക്കുകയും ചെയ്തു, റിപ്ലിക്ക ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ്. ആ റിപ്ലിക്ക ഒറിജിനലാണ് എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റഴിച്ചു എന്നാണ് കോടതി സംശയിക്കുന്നത്. അപ്പോൾ എത്ര വലിയ കൊള്ളയാണ് നടന്നത്! ഒരു ഇൻ്റർനാഷണൽ റാക്കറ്റിൻ്റെ ഭാഗമാണ് അവിടെ നടന്ന കൊള്ള എന്നാണ് കോടതി SIT അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാം വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ഒരു വലിയ കവർച്ചയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഗൂഢാലോചന നടത്തി ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. അതിൽ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് പങ്കെടുത്ത ദേവസ്വം പ്രതിയായി. ഇപ്പോൾ അന്നത്തെ ദേവസ്വത്തിൻ്റെ കമ്മീഷണറും പിന്നീട് പ്രസിഡന്റും ആയ ആളെ ചോദ്യം ചെയ്തു. പക്ഷേ പ്രതി ആയിട്ടില്ല. പ്രതി ആകണം. അതിന് വേണ്ടിയിട്ടുള്ള വലിയ സമ്മർദ്ദം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് SITയുടെ മീതെ ഉണ്ടാകുന്നുണ്ട്. കാരണം അത് വേണ്ടപ്പെട്ടവരാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വേണ്ടപ്പെട്ട ആളാണ് N. വാസു എന്ന് പറയുന്ന ആൾ. അദ്ദേഹമാണ് ശബരിമലയുടെ വിവാദ കാലത്ത് കമ്മീഷണറായിരുന്ന ആൾ. സർക്കാരിൻ്റെ താല്പര്യങ്ങളെല്ലാം അവിടെ സംരക്ഷിച്ചിരുന്ന ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി ഉടനെ തന്നെ അദ്ദേഹത്തെ പ്രസിഡന്റാക്കി നിയമിച്ചു. സാധാരണ അങ്ങനെ കമ്മീഷണറെ പ്രസിഡന്റാക്കൽ വളരെ അപൂർവമായി നടക്കുന്ന കാര്യമാണ്. കമ്മീഷണർ ഉടനെ പ്രസിഡന്റാക്കി. അത്രയും വേണ്ടപ്പെട്ട ആളാണ്. ആളുകൂടി പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആളെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുന്നത് ഇല്ലെങ്കിൽ വേറെ പലരും കുടുങ്ങുമെന്നായി. മാത്രമല്ല, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ കുറിച്ച് ഗുരുതരമായ ആരോപണം കോടതി ഉന്നയിച്ചിരിക്കുക. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ, ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ അന്ന് നടത്തിയ കൊള്ള കുറിച്ച് ഇവർക്ക് മുഴുവൻ അറിയാമായിരുന്നു. അറിഞ്ഞിട്ടും, ഇത്രയും വലിയ കവർച്ചയെക്കുറിച്ച് അറിഞ്ഞിട്ടും അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവർ വീണ്ടും ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ടിനെ മറികടന്നു ഇത് പുറത്തേക്ക് കൊടുക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർ ഒരു കൊള്ള നടന്നു എന്നറിഞ്ഞിട്ടും അതേ കൊള്ളക്കാരുടെ കയ്യിലേക്ക് ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ വിറ്റുകൊടുത്ത ഈ ദേവസ്വം ബോർഡിനെ പ്രസിഡന്റിനടക്കം ചവിട്ടി പുറത്താക്കണം. ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി കുട പിടിച്ചു കൊടുത്ത ആളാണ്. അദ്ദേഹം രാജിവെക്കണം. അതാണ് നമ്മുടെ ഡിമാൻഡ്. നമ്മളെല്ലാവരും അയ്യപ്പ ഭക്തരായ എല്ലാവരെയും, എല്ലാ മലയാളികളെയും ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ്, കവർച്ചയാണ്. ആ കവർച്ചയ്ക്ക് കുട പിടിച്ചു കൊടുത്തത് രാഷ്ട്രീയ നേതൃത്വമാണ്, CPM ആണ്. ഒരു ഉത്തരം പറഞ്ഞാൽ മതിയാവും. നമ്മൾ നോക്കുകയാണെങ്കിൽ അയ്യപ്പ സംഗമം വരെ നടത്താൻ സർക്കാർ കോടികൾ പൊടിച്ചു. ഇപ്പോൾ മണ്ഡലകാലം വരുമ്പോൾ ഭക്തർക്കൊപ്പമാണെന്നൊക്കെ പലതവണ പ്രസ്താവന നടത്തുമെങ്കിലും അവർക്കായിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടില്ല. യോഗങ്ങൾ നടക്കുന്നില്ല, ഒരു തരത്തിലുള്ള പുരോഗതിയും നടക്കുന്നില്ല. അതായത് ശബരിമലയിൽ എല്ലാ കുഴപ്പവും കാണിച്ച രാഷ്ട്രീയ നേതൃത്വം തന്നെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പോയി ആഗോള അയ്യപ്പ സംഗമം നടത്തി. അറിയാലോ, ജനങ്ങളും അയ്യപ്പ ഭക്തരും അതിനോട് വളരെ മോശമായിട്ടാണ് പ്രതികരിച്ചത്. അതിനുശേഷം ഇവർ വലിയ പ്രഖ്യാപനങ്ങൾ, 9.5 കൊല്ലം ഭരിച്ചിട്ട് ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ്, ഇലക്ഷൻ്റെ തൊട്ട് മുമ്പാണ് ഇവർ മാസ്റ്റർ പ്ലാനെ കുറിച്ച് ആലോചിക്കുന്നത്. ഒരു മാസ്റ്റർ പ്ലാൻ ഇതുവരെ ചെയ്തില്ല. UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഞങ്ങൾ വനം വകുപ്പിൻ്റെ എല്ലാ സാങ്കേതിക തടസ്സങ്ങളെയും മറികടന്നുകൊണ്ടാണ് 112 ഏക്കർ സ്ഥലം, 300 ഏക്കറിൽ താഴെ സ്ഥലം എടുത്തത്. അതിന് പകരം 300 ഏക്കർ ഇടുക്കിയിലെടുത്തിട്ട് വനം വകുപ്പിന് കൊടുക്കുകയും ചെയ്തു, ഗവൺമെൻറ് അക്വയർ ചെയ്തിട്ട്. ആ 300 ഏക്കറിൽ നടന്നിരുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം UDF ഗവൺമെൻറ് മാറിയപ്പോൾ നിന്നുപോയി. കഴിഞ്ഞ 9.5 കൊല്ലം ഇവർ ഒന്നും ചെയ്തില്ല. ഇവർക്ക് അയ്യപ്പ ഭക്തി ഉണ്ടായത് 2026 തെരഞ്ഞെടുപ്പിനെ പറ്റി ഓർത്തപ്പോൾ മാത്രം ഉണ്ടായ അയ്യപ്പ ഭക്തിയാണ്. മനസ്സിലായ? അപ്പോൾ അത് കാപട്യമാണെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി മലയാളികൾക്ക് ഉണ്ട്. അവർക്ക് ശബരിമലയിൽ അവരൊന്നും ചെയ്യാറില്ല, ഒരു താല്പര്യവും അവർക്കില്ല. ഉള്ള താല്പര്യം എന്താണെന്ന് ഇപ്പോൾ പുറത്തു വന്നു. ഉള്ളത് അടിച്ചു മാറ്റാനുള്ള താല്പര്യമാണ്. അതുപോലെ തന്നെ ശബരിമല മാസ്റ്റർ പ്ലാൻ പദ്ധതി, അതായത് ഫണ്ട് ചിലവഴിക്കുന്നതിലടക്കം നിർമ്മാണ പ്രവർത്തനങ്ങളിലടക്കം വീഴ്ച വരുന്ന പ്രഖ്യാപനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന വികസനങ്ങൾ. ഇവർ ശബരിമലയിലേക്ക് കൊടുക്കേണ്ട, എല്ലാ വർഷവും ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ട 82 ലക്ഷം പോലും കൊടുക്കാറില്ല. 3 കൊല്ലോട്ട് കൊടുത്തിട്ടില്ല. 10 കോടി കൊടുക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ച പേപ്പറിൽ എല്ലാ ഗവൺമെൻറ്റുകളും കൊടുത്തുകൊണ്ടിരുന്ന 82 ലക്ഷം പോലും കൊടുക്കുന്നില്ല. 10 കോടി പോട്ടെ, 10 കോടി പേപ്പറിലാണ്.
കൊടുത്തുകൊണ്ടിരുന്ന പൈസ പോലും കൊടുക്കുന്നില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല, ഒരു താല്പര്യവും ഇല്ല. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ കുറേ അയ്യപ്പ ഭക്തി കാണിച്ച് നോക്കിയതാണ്. കാപട്യം കാണുന്നത് അയ്യപ്പ ഭക്തർക്ക് ജനങ്ങൾക്കും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു. എന്തായാലും പ്രതിപക്ഷ നേതാവാണ് ഇപ്പോൾ തത്സമയം ലൈവ് തോണയിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. ഗൗതം കൃത്യമായി തന്നെ പറയുന്നു. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി കൂടി ചേരുന്നുണ്ട്. ഗൗതം നേരത്തെ സുരേന്ദ്രനെ പോലെ പറഞ്ഞതുപോലെ, വത്സേട്ടനെ പറ്റി പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രൻ, ശബരിമല യുവതീ പ്രവേശന വിഷയങ്ങളിലൊക്കെ ശോഭാ ചേച്ചി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ മാത്രമല്ല, കേരളത്തിലെ BJP പ്രവർത്തകർക്ക് വലിയ ആവേശമാണ്. എവിടെ നിന്ന് കഴിഞ്ഞാലും വോട്ട് വീതം വർദ്ധിപ്പിക്കുന്നത്, എവിടെ കൊണ്ടിട്ടാലും വോട്ട് വീതം വർദ്ധിപ്പിക്കും. അത് രസം എന്താണെന്നറിയോ? താരതമ്യേന C ക്ലാസ് മണ്ഡലമായി BJP തന്നെ പരിഗണിച്ച ഒരു മണ്ഡലമായിരുന്നു ആലപ്പുഴ. ഇപ്പൊ അത് A ക്ലാസ് മണ്ഡലം. അങ്ങനെ BJPയുടെ ഒരു തീപ്പൊരി നേതാവ്, അങ്ങനെ തന്നെ വേണം വിശേഷിപ്പിക്കാൻ. ശോഭാ സുരേന്ദ്രൻ നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്.